വെൽക്കം ടു സ്റ്റോറി മങ്ക്. മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ്റെ കണ്ണൂരെയും തിരുവനന്തപുരത്ത് അദ്ദേഹം അടുത്തിടെ വാടകയ്ക്കെടുത്ത വീട്ടിലും കണ്ണൂർ അദ്ദേഹത്തിൻ്റെ വീട്ടിലും റെയ്ഡ് നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവ് PA മുഹമ്മദ് റിയാസ്, അദ്ദേഹം മുൻ സർക്കാരിൽ മന്ത്രിയായിരുന്നു, CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹത്തിൻ്റെ കോഴിക്കോട്ടെ വീട്ടിലും റെയ്ഡ് നടക്കുന്നു. അതുമാത്രമല്ല, CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ പരിശോധനകളിൽ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന പരിശോധനകളിൽ CMRL കമ്പനിയുടെ ഉടമസ്ഥൻ അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പുകാരനായ ശശിധരൻ കർത്തയുടെ ഓഫീസുകളിലും വീടുകളിലും ഒക്കെ റെയ്ഡ് നടക്കുന്നുണ്ട്. ഏതാണ്ട് കേരളത്തിൽ 12 ഒരേ സമയത്ത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നു. വളരെ പെട്ടെന്ന്, അതായത് ഇന്നലെയാണ് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ട് CMRL നൽകിയ ഹർജി ഹൈക്കോടതി നേരത്തെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണത്തെ ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റേ ചെയ്തിരുന്നു. ആ സ്റ്റേ നീക്കിക്കൊണ്ട് ഇന്നലെയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നത്. ആ ഉത്തരവ് വന്നത് ഏതാനും മണിക്കൂറുകൾക്കകം എല്ലായിടത്തും ഒരേ സമയം റെയ്ഡ് നടത്താൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തയ്യാറായിരിക്കുന്നു. ഇത് CPIM ഇലക്ഷനിൽ തോറ്റ്, LDF ഇലക്ഷനിൽ തോറ്റ് ദുർബലമായി നിൽക്കുന്ന അവസ്ഥയിൽ പൊടുന്നനെ എടുത്ത ഒരു തീരുമാനമാണോ, അതോ ഒരു അന്വേഷണത്തിൻ്റെ തുടർച്ച മാത്രമാണോ? ഇതിൽ രാഷ്ട്രീയമുണ്ടോ? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിന് ശേഷം രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളുടെയും പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളുടെയും ഒക്കെ വീടുകളിലും ഒക്കെ നടത്തിയ റെയ്ഡുകൾ നമ്മളുടെ മുൻപിലുണ്ട്. അതിൻ്റെ തുടർച്ചയാണോ ഇപ്പോൾ നടക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അതോടൊപ്പം കേരളത്തിൽ UDF സർക്കാർ അധികാരമേറ്റതിൻ്റെ തൊട്ടുപിറകെയാണ് ഈ റെയ്ഡ് നടക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരുന്നു. കേരളവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ സംസാരിക്കാനാണ് ആ കൂടിക്കാഴ്ചയെങ്കിലും അതിൻ്റെ തുടർച്ചയിലാണ് ഈ റെയ്ഡ് എന്ന ആക്ഷേപം അവിടെ ഉയർത്തുന്നുണ്ട് CPM. രാഹുൽ ഗാന്ധി, കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവ്, അദ്ദേഹം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും അതിനുശേഷവും കേരളത്തിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ED ചോദ്യം ചെയ്യാത്തത്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലൊക്കെ വളരെ രാഷ്ട്രീയമായി പ്രധാനപ്പെട്ട ഒരു സംഗതിയായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡ് മാറിയിരിക്കുന്നു. പക്ഷേ എന്താ തോന്നുന്നത്, ഒരു രാഷ്ട്രീയ ഉദ്ദേശത്തോടെ വളരെ പെട്ടെന്നെടുത്തൊരു തീരുമാനമാണോ, അതോ ഒരു കണ്ടിന്യൂസ് ആയി നടക്കുന്നൊരു അന്വേഷണത്തിൻ്റെ തുടർച്ചയിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന ഒരു റെയ്ഡാണോ? ഞാനിതിൽ ഇപ്പോൾ CPIM നേതാക്കൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ UDF സർക്കാർ അധികാരമേറ്റതിന് ശേഷം, പ്രത്യേകിച്ചും മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രിയുമായി കണ്ടതിൻ്റെ തൊട്ടു പിറ്റേന്നാൾ നടക്കുന്ന BJPയും കോൺഗ്രസും ചേർന്നുള്ള ആലോചനയുടെ ഫലമായി നടക്കുന്ന ഒരു നടപടിയാണ് എന്ന് കരുതാൻ പറ്റില്ല. കോടതിക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു കേസ് ഇന്നലെ വെക്കേറ്റ് ചെയ്തു, അതിൻ്റെ തടസ്സം നീങ്ങി, അതിൻ്റെ തുടർ നടപടികൾ എടുത്തു എന്ന് സാങ്കേതികമായി അങ്ങനെ വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ ഇതിൽ വളരെ സബ്സ്റ്റൻസ് ഉള്ളൊരു കേസ് അവിടെ ഉണ്ട്. ആ കേസിൻ്റെ വലിപ്പത്തെ സംബന്ധിച്ച് നമുക്ക് തർക്കമുണ്ടാകാം. ഇപ്പോൾ ഇതിനെ ഒരു പൊളിറ്റിക്കൽ കറപ്ഷനായി നമ്മൾ കാണുകയാണെങ്കിൽ ഇന്ത്യയിലെ കറപ്റ്റായ പൊളിറ്റിക്കൽ ക്ലാസ്സിന് തന്നെ നാണക്കേടുണ്ടാകുന്ന അത്രയും ചെറിയൊരു തുകയാണിത്. 1,72,00,000 രൂപയുടെ അഴിമതി നടന്നു എന്നാണ്. 1,75,00,000 രൂപ നിയമപരമായി തന്നെ കൈപ്പറ്റി, പക്ഷേ അതിന് സേവനങ്ങളൊന്നും തിരിച്ചു നൽകിയിട്ടില്ല. അത് പിണറായി വിജയൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ മകളിലേക്ക് ചാനലൈസ് ചെയ്ത പണമാണ്. ഇതാണല്ലോ അലിഗേഷൻ. അപ്പം അതിൻ്റെ വലിപ്പം എന്ന് നോക്കുമ്പോൾ ഇന്ത്യയിൽ വലിയ വിവാദമുണ്ടാക്കിയ പൊളിറ്റിക്കൽ കറപ്ഷൻ കേസുകൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു കുഞ്ഞു കേസാണ്. പക്ഷേ എങ്കിലും CPIM ഇപ്പോൾ പറയാൻ ശ്രമിക്കുന്നത് പോലെയുള്ള ഒരു കണക്ഷൻ ഇതിനുണ്ട് എന്ന് ആരോപിക്കുക വയ്യ. അതേസമയം ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് പിണറായി വിജയനെ പിടിച്ചകത്തിടാത്തത് എന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും അദ്ദേഹം ചോദിച്ചിരുന്നു. ആ തരത്തിലുള്ളൊരു പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ ഒരു ട്വീറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് ഈ പ്രതിപക്ഷ പാർട്ടികളെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അങ്ങനെ ഒരു വിശാല ഫ്രെയിമിലാണ് കാണുന്നത്. ഞാനതിനെ കാണുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസും CPIM-ഉം DMK-യും ഒക്കെ ചേർന്ന ഇന്ത്യ മുന്നണി എന്നൊരു സംവിധാനത്തെ തകർത്തു കളഞ്ഞു. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഇലക്ടറൽ അല്ലാത്തൊരു ഫലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയെ തകർത്തു എന്നതാണ്. അതിൻ്റെ തുടർച്ചയായൊരു നടപടിയായി വേണമെങ്കിൽ നമുക്കിതിനെ രാഷ്ട്രീയമായി കാണാം. പക്ഷേ ഇതിൽ ഈ കണക്ഷനുണ്ട്. BJP കേന്ദ്ര സർക്കാരും വി ഡി സതീശൻ സർക്കാരും തമ്മിലുള്ള ഒരു കണ്ണൈവൻസിൻ്റെ ഭാഗമായാണ് ഈ റെയ്ഡ് എന്ന് പറയുന്ന
ആ ഒരു ഡിഫൻസ് മതിയാവില്ല ഇതിന് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ആ ഡിഫൻസ് എന്തായാലും നിൽക്കും എന്ന് എനിക്കും തോന്നുന്നില്ല. ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ധനമന്ത്രിയോ ഒക്കെ കാണാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കാണുമെന്ന് വിശ്വസിക്കുക സാമാന്യം പോലെ. ഇപ്പോൾ നേരത്തെ അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിയും വി ഡി സതീശനും മാത്രമല്ല, കേരള ഹൈക്കോടതിയും ഈ കണ്ണൈവൻസിൽ പങ്കെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നലെ തന്നെയാണ് ഇത് വെക്കേറ്റ് ചെയ്ത് കൊടുത്തത്. അതെ, വെക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ആർഗ്യുമെൻ്റ് എന്താ പറയുക, വിശ്വസിക്കുക പ്രയാസമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മുഖ്യമന്ത്രി പോയി പ്രധാനമന്ത്രിയെ കണ്ടു, അതിൻ്റെ തൊട്ട് പുറകെ ഇ ഡി റെയ്ഡിന് വന്നു എന്ന് പറയുന്നൊരു ആർഗ്യുമെൻ്റ് വിശ്വസിക്കുക പ്രയാസമാണ്. പക്ഷേ അവിടെ പോലും ഈ ഒരു പ്രോബ്ലം ഉണ്ട്. പൊളിറ്റിക്കലി കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് അവരുടെ നേതാക്കളെ ഇ ഡി വേട്ടയാടുന്നു എന്ന് ആക്ഷേപിക്കുമ്പോൾ തന്നെ, പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ ഇ ഡി വേട്ടയാടുന്നു എന്ന് ആക്ഷേപിക്കുമ്പോൾ തന്നെയാണ് രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ഇ ഡി ചോദ്യം ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ഇ ഡി കസ്റ്റഡിയിൽ എടുക്കാത്തത്, എന്തുകൊണ്ടാണ് ക്ലിഫ് ഹൗസിൽ ഇ ഡി റെയ്ഡ് നടത്താത്തത് എന്നൊക്കെ ചോദിച്ചു പോയിട്ടുണ്ട്. അത് പൊളിറ്റിക്കലി ശരിയാണോ അല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇത് വി ഡി സതീശൻ പോയി പ്രധാനമന്ത്രിയെ കണ്ടതിൻ്റെ ഒരു ഫോളോ ഔട്ടാണ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ ഒരു നിസ്സഹായ അവസ്ഥയാണ്. അപ്പോൾ വെസ്റ്റ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പം രാഹുൽ ഗാന്ധി അവിടെ പോയി എന്താണോ മോഡി കേന്ദ്രത്തിൽ ചെയ്യുന്നത് അത് തന്നെയാണ് മമതാ ബാനർജി വെസ്റ്റ് ബംഗാളിൽ ചെയ്യുന്നത് എന്ന് പ്രസംഗിക്കുന്നു. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് ഈ പറഞ്ഞ പോലെ പിണറായി വിജയനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്ത് അകത്തിടാത്തത് എന്ന് ചോദിക്കുന്നു. ഈ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ പരസ്പരം മത്സരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ ഇത് 2016 മുതൽ ഇങ്ങോട്ടാണ് ഈ ഒരു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഈ വിധത്തിൽ പുതിയ പല്ലും നഖവും നൽകി പ്രതിപക്ഷ രാഷ്ട്രീയത്തെ മുഴുവനായി ഡീസ്റ്റബിലൈസ് ചെയ്യാനുള്ള അത്തരം നടപടികളിലേക്ക് കടന്നത്. അതിനെ ഒന്നിച്ചു നിന്ന് ചെറുക്കാനുള്ള ഒരു സ്ട്രെങ്ത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിനുണ്ട്. പക്ഷേ ഐക്യമില്ല. അക്കാര്യത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഇവർ പരസ്പരം പോരടിക്കുന്നു എന്നതുകൊണ്ട് ആ ഒരു അടിസ്ഥാന പ്രശ്നത്തിലെങ്കിലും ഒന്നിച്ചു നിൽക്കുക എന്ന കാര്യം അവർക്ക് സാധിക്കുന്നില്ല. പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ വേട്ടയാടാൻ വേണ്ടി, പ്രതിപക്ഷ നേതാക്കന്മാരെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ ഇര രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും തന്നെയാണ്. പക്ഷേ അവർക്ക് അക്കാര്യത്തിൽ പോലും ഒരു ഐക്യമുണ്ടാക്കുക എന്നത്, ഒരു നിലപാടിലൊരു ഏകോപിതമായ സ്വഭാവം ഉണ്ടാക്കുക എന്നത് പറ്റുന്നില്ല. ഒരു പ്രതിപക്ഷ സംസ്ഥാനത്ത് പരസ്പരം മത്സരിക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ ഇവർ ഇക്കാര്യത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ശത്രുക്കൾക്കെതിരെ ഉപയോഗിച്ചുകൂടെ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ആ ഒരു പ്രതിസന്ധി അത് പ്രതിപക്ഷത്തിൻ്റെ കെട്ടുറപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധി മുൻപ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഹേമന്ത് സോറൻ ജാർഖണ്ഡിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഓഫീസിലുമൊക്കെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നത്. അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി ആയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിലും വീടുകളിലുമൊക്കെ റെയ്ഡ് നടത്തുന്നത്. അതിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ ഈ അഴിമതി ആരോപണം ആദ്യം ഉന്നയിക്കുന്നത് കോൺഗ്രസ്സാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അവിടെ കയറി പരിശോധന നടത്തുകയും അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ ഒരു കോൺഫ്ലിക്റ്റ് അവിടെയുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച ഒരു പക്ഷേ ഇവിടെ അതെന്താണെന്ന് പറഞ്ഞാൽ സംസ്ഥാന നിയമസഭകളിലേക്ക് ഇവർ പരസ്പരം മത്സരിക്കണം. അതേസമയം ദേശീയ രാഷ്ട്രീയത്തിൽ ഇവർ ഒന്നിച്ചു നിന്ന് വേണം BJP നേരിടാൻ. ഈ പ്രതിസന്ധിയിൽ നിന്നാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തിനാണ് തിടുക്കപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇന്ന് രാവിലെ ഈ റെയ്ഡ് നടത്തുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം ഇന്നലെയാണ് ഹൈക്കോടതി ഈ കേസിലെ സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്നത്. അതായത് CMRലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അത് തടസ്സപ്പെടുത്തണം, അല്ലെങ്കിൽ അന്വേഷണത്തിനുള്ള അനുമതി നൽകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അതിലാദ്യം ഒരു ഇടക്കാല സ്റ്റേ ഹൈക്കോടതി അനുവദിച്ചിരുന്നു. ആ സ്റ്റേ ഇന്നലെ വെക്കേറ്റ് ചെയ്ത് മണിക്കൂറുകൾക്കകം എന്തിനാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തിടുക്കപ്പെട്ട് ഈ റെയ്ഡ് നടത്തുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അത് മാത്രമല്ല, വളരെ കൃത്യമായൊരു ആസൂത്രണം ഈ റെയ്ഡിൽ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം വിധി വന്ന് മണിക്കൂറുകൾക്കകം എല്ലാ സ്പോട്ടിലും അറ്റ് എ ടൈം റെയ്ഡ് നടത്തുന്നു. അതിനുള്ള എല്ലാ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തന്നെ നടത്തുന്നു. രമേശ് ചെന്നിത്തല ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി പറയുന്നതനുസരിച്ചാണെങ്കിൽ കേരള പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ഇൻഫർമേഷനും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതായത് കേരള പോലീസിനെയോ കേരളത്തിൻ്റെ സംവിധാനങ്ങളെയോ ഒന്നും അറിയിക്കാതെ വളരെ തിടുക്കപ്പെട്ട് വളരെ ആസൂത്രിതമായൊരു സംഗതി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തുമ്പോൾ അത് വെറുതെ അങ്ങോട്ട് കയറി ഒരു പരിശോധന നടത്തുക എന്ന് മാത്രമാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല. അത് എന്താണോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ കേന്ദ്ര സർക്കാർ ഇത്രയും കാലം ശ്രമിച്ചത്, അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെ ഈ റെയ്ഡിനെ നമ്മൾ കാണേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ തിടുക്കപ്പെട്ട് അവിടെ പോയി ഈ റെയ്ഡ് നടത്തേണ്ട ഒരു കാര്യം ആസൂത്രിതമായാണ് എന്ന കാര്യം
ശരിയാണ്. അത്രക്ക് കൃത്യതയോടുകൂടിയാണ് അത് നടപ്പാക്കിയത്. സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പോ ആഭ്യന്തര വകുപ്പിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരോ അതിൻ്റെ മന്ത്രിയോ പോലും അറിഞ്ഞില്ല എന്നാണ് അക്കോർഡിംഗ് ടു ഹോം മിനിസ്റ്റർ നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇത് ധൃതിപ്പെട്ടാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം കേസ് നേരത്തെ ED ഈ പ്രോസസ്സുമായി മുന്നോട്ട് പോയതാണ്. അതിനെതിരെ ഒരു കേസ് വന്നു. കേസ് ഹൈക്കോടതി താൽക്കാലികമായി അതിൻ്റെ പ്രോസസ്സ് നിർത്തിവെപ്പിച്ചു, അത് സ്റ്റേ ചെയ്തു. അതിനുശേഷം സ്റ്റേ ഇന്നലെ മാറി. അപ്പോൾ ഈ ഒരു അന്വേഷണ ഏജൻസി എന്ന നിലയിൽ വേണമെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് നേരത്തെ പ്രിപ്പയർഡായി നിൽക്കാമല്ലോ. വെക്കേറ്റ് ചെയ്യപ്പെട്ട ഉടനെ അവർ കയറി റെയ്ഡ് നടത്തുന്നു എന്നേ ഉള്ളൂ. തുടർന്ന് അങ്ങോട്ട് സമയം അനുവദിക്കാതെ, അതാണല്ലോ ഒരു അന്വേഷണ ഏജൻസി ചെയ്യുക, തുടർന്ന് അങ്ങോട്ട് മറ്റ് മാനിപ്പുലേഷൻസിനോ തെളിവുകൾ ഒഴിവാക്കുന്നതിനോ ഉള്ള സമയം അനുവദിക്കാത്ത വിധത്തിൽ കോടതിയിൽ നിന്ന് അനുമതി കിട്ടിയ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അതൊരു ധൃതിപ്പെട്ടാണെന്നോ അതല്ലെങ്കിൽ ഈ തരത്തിലുള്ളൊരു രാഷ്ട്രീയമായ ഇമ്മീഡിയറ്റ് ആയ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ടൊരു രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. ഇത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഒരു പാർട്ടാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഇവിടെ നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ മറ്റ് സംസ്ഥാനം, ഇപ്പോൾ ഹേമന്ത് സോറൻ്റെ കാര്യത്തിലോ അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ NCPയുടെ മഹാരാഷ്ട്രയിലെ നേതാക്കളുടെ കാര്യത്തിലോ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു സംഗതി ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നു. നൂറുകണക്കിന് പ്രതിപക്ഷ നേതാക്കൾ, അതായത് ഈ രാജ്യത്തെ പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെ പരിധിയിൽ നിർത്താൻ വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പലവട്ടം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മാത്രമല്ല, ഇൻകം ടാക്സ് ഉണ്ട്, CBI ഉണ്ട്, റവന്യൂ ഇന്റലിജൻസ് ഉണ്ട്, അങ്ങനെ പല 2021 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ 8 ഏജൻസികൾ കേരളത്തിൽ തെക്കും വടക്കും ഓടിക്കൊണ്ടിരുന്നു. പിണറായി വിജയനെതിരെ, പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെയും പിന്നെ മറ്റ് മന്ത്രിമാർക്കെതിരെയും ഒക്കെ ആയിട്ട് ആ സ്വർണ്ണ കടത്ത് കേസുമായി ബന്ധപ്പെട്ട 8 ഏജൻസികൾ വന്നിരുന്നു. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഉൾപ്പെടെ വന്ന് കേരളം അരിച്ചു പെറുക്കുകയാണ് ചെയ്ത്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു 6 മാസം മുമ്പ്, തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് വരെയുള്ള വലിയൊരു നീക്കം, കോർഡിനേറ്റായ ഒരു നീക്കമായിട്ടാണ് അത് അന്ന് നടന്നത്. പക്ഷേ ആ അന്വേഷണം ഇപ്പോഴെവിടെ എത്തി എന്ന് ചോദിച്ചാൽ, ആരാണ് സ്വർണം കടത്തിയത്, ആർക്ക് വേണ്ടിയാണ് സ്വർണം കടത്തിയത്, ആരാണ് കടത്തിയത് എന്ന് ബാഗ് പിടിച്ച് അത് മനസ്സിലായിട്ടുണ്ട്. ആരാണ് ഈ സ്വർണം കൊടുത്തയച്ചത്, ആർക്ക് വേണ്ടിയാണ് സ്വർണം കടത്തിയത്, ആരാണ് ഇതിൻ്റെ ബെനിഫിഷ്യറീസ്, ഇതിൻ്റെ രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാജ്യ താല്പര്യത്തിനെതിരായി എന്തെങ്കിലും അതിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ് എന്ന് ഈ 6-7 കൊല്ലത്തിന് ശേഷം നമുക്ക് വ്യക്തമല്ല. ഒരു തരത്തിലും അന്വേഷണം എവിടെയും എത്തിയില്ല എന്നുള്ളതാണ്. അതേ കാര്യം ഇതിലും സംഭവിക്കാം ഒരു പക്ഷേ. എങ്കിലും ഈ കേസിന് ഒരു കേരളത്തിലിപ്പോൾ കരിമണൽ കർത്ത എന്നാണല്ലോ അദ്ദേഹം അറിയപ്പെടുന്നത്. കരിമണൽ കർത്തായുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് ആ മേഖലയിൽ മാധ്യമപ്രവർത്തനം നടത്തി ഏതാണ്ട് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ആരാധനാലയങ്ങളിലേക്ക് പോകുന്നത് പോലെയാണ് കരിമണൽ കർത്തായുടെ വീട്ടിലേക്ക് പോകാറുള്ളത്. അവിടെ പോയാൽ, ആരാധനാലയങ്ങളിൽ പോയാൽ പ്രസാദം കിട്ടും, അനുഗ്രഹം കിട്ടും, ഇവിടെ പോയാൽ പണം കിട്ടും എന്നതാണ്. ഏതാണ്ട് എല്ലാവരും പോയിട്ടുണ്ട്, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും പോയിട്ടുണ്ട്. ആ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതറിയാം. ആ ലിസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം. ഇപ്പം മാധ്യമപ്രവർത്തകരിൽ ഒരു 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 ചെറിയ ഒരു ഗ്രൂപ്പ് സ്ഥിരം സന്ദർശകരാണ് അവിടെ. ചില മാധ്യമ സ്ഥാപനങ്ങൾ അദ്ദേഹം തുടങ്ങാൻ സഹായിച്ചു കൊടുത്തിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ ചില മാധ്യമ സ്ഥാപനങ്ങളെ അതത് കാലത്തേക്ക് അദ്ദേഹം വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കരിമണൽ കർത്ത യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ ബ്രൈബിംഗ് നടത്തുന്നുണ്ട് എന്നതിന് പ്രത്യേകിച്ച് അന്വേഷണമൊന്നും ആവശ്യമില്ല, അത്രയ്ക്ക് വ്യക്തമായ കാര്യമാണ്. പക്ഷേ ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് പിണറായി വിജയൻ്റെ മകളിലൂടെ ചാനലൈസ് ചെയ്യപ്പെട്ടതാണോ അതോ അത് ഒരു ബിസിനസ് ഡീൽ മാത്രമായിരുന്നോ എന്നതാണ് ഇതിലെ കൺഫ്യൂഷൻ. ബിസിനസ് ഡീൽ മാത്രമായിരുന്നില്ല എന്ന് പറയാനുള്ള തെളിവ് അവിടെ സേവനമൊന്നും നൽകപ്പെട്ടിട്ടില്ല എന്നുകൂടി അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നു. അപ്പോൾ ഇത് മകളിലേക്ക് മാത്രമായി ചുരുങ്ങുമോ, പിണറായി വിജയനിലേക്ക് കൂടി ഇത് വ്യാപിക്കുമോ എന്ന് അന്വേഷണത്തിന് ശേഷം പുതുതായി എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ എന്നുകൂടി മനസ്സിലാകുമ്പോൾ മാത്രമേ. ഞാനിത് ധൃതിപിടിച്ചാണെന്ന് പറയുന്നതിന് വേറൊരു കാര്യമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻകം ടാക്സിൻ്റെ അപ്പലേറ്റ് ട്രിബ്യൂണൽ, അത് കഴിഞ്ഞ് ഇൻകം ടാക്സ്, അത് കഴിഞ്ഞ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസ് SFIO, ഇവരൊക്കെയുള്ള അന്വേഷണം ഓൾറെഡി കഴിഞ്ഞു. അതിൽ SFIയുടേതാണ് നമ്മളുടെ മുമ്പിൽ വന്ന ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ
ഈ നേരത്തെ പറഞ്ഞ CMRL നടത്തിക്കൊണ്ടിരിക്കുന്ന ശശിധരൻ കർത്ത എന്ന് പറയുന്ന വ്യക്തിയുടെ തന്നെ കീഴിലുള്ള ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ നിന്ന് 2 ഘട്ടമായ 50 ലക്ഷം രൂപ എക്സാലോജിക് എന്ന് പറയുന്ന വീണ വിജയൻ്റെ കമ്പനിക്ക് വായ്പയായി കൊടുക്കുന്നു. ആ വായ്പയുടെ തിരിച്ചടവ് മുടങ്ങുന്നു. ആദ്യഘട്ടത്തിലെ തിരിച്ചടവ് മുടങ്ങുന്നു. അതിനുശേഷമാണ് 2ാം ഘട്ടത്തിൽ 25 ലക്ഷം കൊടുക്കുന്നത്. ഈ 2 ഘട്ടത്തിലുള്ള തിരിച്ചടവ് മുടങ്ങിയതിൻ്റെ തുടർച്ചയിൽ 2017 മുതൽ CMRL എന്ന് പറയുന്ന ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി, കേരള സർക്കാരിൻ്റെ കീഴിലുള്ള KSIDCക്ക് കൂടി ഷെയറുള്ള പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന് പ്രതിമാസം 5 ലക്ഷം രൂപ എക്സാലോജിക്കിനും 3 ലക്ഷം രൂപ വീണ തൈക്കണ്ടിക്കും കുറച്ച് മാസത്തേക്ക് 2017 മുതൽ 2020 വരെ കൊടുക്കുന്നു. അത് വെച്ചുകൊണ്ട് ഈ ശശിധരൻ കർത്തയുടെ ഫിനാൻഷ്യൽ സ്ഥാപനത്തിലെ തിരിച്ചടവ് നടത്തുന്നു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് SFIO പറയുന്നത്. അതായത് SFIO ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ പരിശോധിച്ചതിന് ശേഷമായിരിക്കുമല്ലോ ഇത്തരം വലിയ വിശദീകരണവും ഇത്തരം വലിയ ഒരു കണ്ടെത്തലിലേക്ക് SFIO എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ആ അന്വേഷണം അവിടെ കഴിഞ്ഞു. ഇൻകം ടാക്സിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. കാരണം ഇത് 1.72 കോടി രൂപ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അതിന് ആനുപാതികമായിട്ടുള്ള ടാക്സ് റെമിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇത് സർവീസ്, അതായത് കൺസൾട്ടൻസി ആൻഡ് സർവീസസ്, ഇതിന് വേണ്ടിയിട്ടുള്ള ഫീ ആയിട്ടാണ് ഈ പണം കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. അതിന് GST അടച്ചിട്ടുണ്ടോ എന്ന അന്വേഷണവും നടത്തിയിട്ടുണ്ട്. ഈ 2 രീതിയിലും GSTയും അടച്ചിട്ടുണ്ട്, ഇൻകം ടാക്സും കൊടുത്തിട്ടുണ്ട് എന്ന് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് SFIയുടെ അന്വേഷണം വരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഡോക്യുമെൻറ്റ്സ് ഏതാണ്ട് എല്ലാം അന്വേഷണ ഏജൻസികളുടെ പരിധിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് അവരുടെ കയ്യിലുണ്ട്, ടാക്സ് അടച്ച ഡീറ്റെയിൽസ് അവരുടെ കയ്യിലുണ്ട്, പ്രത്യേകിച്ച് എന്തെങ്കിലും സേവനമോ കൺസൾട്ടൻസിയോ കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ കയ്യിലുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കെ ഒരു കോടതി ഉത്തരവ് വന്നതിൻ്റെ തൊട്ടുപുറകെ പോയി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി പിടിക്കാൻ പാകത്തിൽ എന്തെങ്കിലും അവിടെ അവശേഷിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. തിടുക്കപ്പെട്ട അല്ലെങ്കിൽ ധൃതിയിൽ അല്ലെങ്കിൽ ആസൂത്രിതമായി എന്ന് പറയുമ്പോൾ എന്തിന്? പിണറായി വിജയൻ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യപ്പെടേണ്ട ഒരാളല്ലല്ലോ. പിണറായി വിജയൻ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റ് പ്രതിപക്ഷ നേതാവായി നിൽക്കുകയാണ്. പ്രതിപക്ഷ സ്ഥാനത്ത് ആരാ ഉള്ളത്? BJPയും CPIMും ഒരേ ബെഞ്ചിലാണ്, പ്രതിപക്ഷ ബെഞ്ചിലാണ് കേരള നിയമസഭയിൽ. രാജ്യത്തെവിടെയും CPIMന് അധികാരമില്ല, ഒരു സർക്കാർ നടത്തുന്നില്ല. ആകെ ത്രിപുരയിലെ ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴികെ മറ്റൊന്നുമില്ല. അപ്പോൾ എന്തിന് BJP പിണറായി വിജയനെ ഈ ഘട്ടത്തിൽ ടാർഗറ്റ് ചെയ്യണം? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയല്ലേ. അവിടെയാണ് അതിൻ്റെ പൊളിറ്റിക്കൽ സംഗതി എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം വെച്ചാൽ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു മൊമെൻ്റാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വൾണറബിളായ മൊമെൻ്റാണ്. വളരെ ദുർബലപ്പെട്ടിരിക്കുന്നു. സംഘടനാ സംവിധാനം ദുർബലപ്പെട്ടിരിക്കുന്നു. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പിണറായി വിജയൻ എന്ന നേതാവിനെതിരെയും പാർട്ടി സംസ്ഥാന നേതാക്കൾക്കെതിരെയും വലിയ ഗുരുതരമായ വിമർശനം ഉയർന്നു വരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു. ഈ ഘട്ടത്തിൽ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ദുർബലമായിരിക്കുന്ന ഒരു സംവിധാനത്തെ കൂടുതൽ ദുർബലമാക്കാൻ ഒരുപക്ഷെ സാധിച്ചേക്കും എന്ന പ്രതീക്ഷ അവർക്കുണ്ടാകാം. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പിണറായി വിജയൻ എന്ന ലീഡറെ ഇമ്മീഡിയറ്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ കിട്ടുന്ന അവസരം പാഴാക്കരുത് എന്നൊരു സന്ദേശം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കിട്ടിയിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ആ സന്ദേശം കിട്ടാതെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇത്ര കീനായിട്ട് എല്ലാ പോയിന്റിലും അറ്റ് എ ടൈം അറ്റാക്ക് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതൊരു പൊളിറ്റിക്കൽ മെസ്സേജിൻ്റെ ബാക്കിയായിട്ട് നടത്തുന്നൊരു ഓപ്പറേഷൻ തന്നെയാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ 2014 ശേഷം ഇങ്ങോട്ട് നടത്തിയ എല്ലാ പ്രതിപക്ഷ നേതാക്കളുടെ ഓപ്പറേഷൻസിൻ്റെ പിന്നിലും വളരെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ ടാർഗറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ദുർബലപ്പെട്ട് നിൽക്കുന്ന ഒരു സംവിധാനത്തെ കൂടുതൽ ദുർബലപ്പെടുത്താൻ പാകത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ നടക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻഡിവിജ്വലി പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്യാണ് എന്ന് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വിശ്വസിക്കുകയും വിശദീകരിക്കുകയും ചെയ്യാം. പക്ഷേ രാഷ്ട്രീയമായുള്ള ടാർഗറ്റിംഗ് ആണ് നടക്കുന്നതെങ്കിൽ CPIMനെ എന്തിനാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്? ഒരുപക്ഷേ ദേശീയ പ്രതിപക്ഷത്തെ ഒന്ന് റീഗ്രൂപ്പ് ചെയ്യാനുള്ള എഫർട്ടിനെ പോലും ശിഥിലമാക്കാനുള്ള ഒരു പരിപാടിയുടെ ഭാഗമായി ദേശീയ തലത്തിലുള്ള റീഗ്രൂപ്പിങ്ങിനെ ദുർബലപ്പെടുത്താനുള്ളൊരു ശ്രമമായിട്ട് നമ്മളിതിനെ കാണണ്ട. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി വിമർശിക്കപ്പെടുന്നത്? അദ്ദേഹത്തിൻ്റെ പേരെ ഉണ്ടായിരുന്ന ഏക ആക്ഷേപം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകൾക്ക് നേരെ ഉണ്ടായ അലിഗേഷനെ, അതായത് ഞാൻ അഴിമതി എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ അദ്ദേഹത്തിന് നേർക്കുണ്ടായ ഏക ആക്ഷേപം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകളുടെ നേരെ ഈ പറഞ്ഞ CMRL കേസ്, എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപമാണ്. അതിന് കൃത്യമായി മറുപടി പറയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾ തന്നെയും
ഇപ്പോൾ മകൾ എന്നുള്ള നിലയ്ക്ക് അവർക്ക് വേണമെങ്കിൽ കോടതിയിൽ അത് പറഞ്ഞാൽ മതി. പക്ഷേ അവരൊരു പബ്ലിക് ഫിഗറിൻ്റെ മകളായതുകൊണ്ട് വേണമെങ്കിൽ പബ്ലിക്കിനോട് പറയാമായിരുന്നു എന്താണ് സംഭവിച്ചത്. പക്ഷേ അവരത് വിശദീകരിച്ചിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പ് തോൽവി വരുന്നു, അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, ജനബന്ധത്തിലുള്ള കുറവ്, ഇത്തരം പല കാരണങ്ങളാലാണ് തോൽവി എന്ന് CPMൻ്റെ വിവിധ ഘടകങ്ങൾ വിശകലനം ചെയ്യുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതിനിടയിൽ കൊടിയ അഴിമതിയുടെ ഒരു തുടർച്ച കൂടി അവിടെ ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ മൈലേജിന് 3 അംഗങ്ങളുള്ള ഒരു പ്രതിപക്ഷ പാർട്ടിയായിട്ട് BJP അവിടെ ഇരിക്കെ വേണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അതായത് കേരള നിയമസഭയിലെ പ്രതിപക്ഷത്തിൻ്റെ ഫങ്ഷണലായ സ്ഥാനം CPIMനും ഇടതുപക്ഷത്തിനുമല്ല BJPക്കാണ് എന്ന് പ്രായോഗികമായി അങ്ങനെ വരുത്താനുള്ള നീക്കത്തിൻ്റെ ഭാഗം അങ്ങനെയും ആകാം. അതിനു പുറമെ ഇപ്പം തന്നെ ദുർബലമായിരിക്കുന്ന ഒരു പ്രതിപക്ഷത്തു നിന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് ഒലിച്ചു വരാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ വരാനുള്ളൊരു അവസരം ഇവിടെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടതാണല്ലോ, മറ്റു പാർട്ടികളിൽ നിന്ന്, പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികളിൽ നിന്നൊക്കെ BJPയിലേക്കൊക്കെ ആളുകൾ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ദുർബലമായിരിക്കെ നേതൃതലത്തിൽ കൂടെ വലിയൊരു ആരോപണം വരികയും ഒരു അന്വേഷണത്തിന് വിധേയമാവുകയും അതിൻ്റെ തുടർ പ്രക്രിയകളിലേക്ക് പോവുകയും ചെയ്യുകയാണെങ്കിൽ നേതൃത്വം ദുർബലമായാൽ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന ഒരു ഒഴുക്കിനെ BJP എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും. ആ എക്സ്പെക്റ്റേഷൻ എത്രത്തോളം ഫലവത്താകും എന്നുള്ളത് വേറെ പ്രശ്നമാണ്. പക്ഷേ അതങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാകും. അതിൻ്റെ കൂടെ ഭാഗമായിട്ടായിരിക്കും ഈ ഓപ്പറേഷൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിവിടെ നിൽക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വൈകാതെ അടുത്ത ഓപ്പറേഷൻ ഒരുപക്ഷെ തമിഴ്നാട്ടിലുണ്ടാകാം, അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിലുണ്ടാകും. ഡെഫിനറ്റ്ലി വെസ്റ്റ് ബംഗാളിലുണ്ടാവും എന്ന് നമ്മൾ കണക്ക് കൂട്ടണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് BJP തൃണമൂൽ കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ PR ചെയ്തുകൊണ്ടിരുന്ന ഒരു ഏജൻസിയുടെ ഓഫീസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡിന് വന്നപ്പോൾ അവിടുന്ന് ഫയൽ എടുത്തുകൊണ്ട് പോയി എന്നുള്ള ആക്ഷേപം മമതാ ബാനർജി അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായും അടുത്ത ടാർഗറ്റ് മമതാ ബാനർജി ആയിരിക്കും. അതിൻ്റെ തുടർച്ചയിൽ ഒരു പക്ഷേ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ വീട്ടിലും റെയ്ഡ് നടന്നാൽ അത്ഭുതപ്പെടാനില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ ഒറ്റപ്പെട്ട ഒരു മൂവ്മെൻ്റായിട്ട് ഇതിനെ കാണണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. കോടതി ഉത്തരവിൻ്റെ ഒരു പഴുത് കിട്ടിയതിൻ്റെ തൊട്ട് പുറകെ ED വന്ന് കയറണമെങ്കിൽ കോടതി ഉത്തരവ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് ചെയ്യണം എന്നുള്ള പൊളിറ്റിക്കൽ മെസ്സേജ് കൃത്യമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിട്ടുണ്ടാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ED വെപ്പണൈസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആർക്കും. അത് കൊല്ലങ്ങളായി അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. സുപ്രീം കോടതിയിലുള്ള പല വിമർശനങ്ങൾക്കും അത് വിധേയമായിട്ടുണ്ട്. ഏതാണ്ട് 99% ഇതിൻ്റെ കൺവിക്ഷൻ നടക്കുന്നില്ല എന്ന വിമർശനം വന്നിട്ടുണ്ട്. ഒരു തരത്തിലും മെറ്റീരിയലൈസ് ചെയ്യാത്ത കേസാണ് ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് പല തരത്തിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കേസുകൾ വെച്ച് പറയാവുന്നതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, കോൺഗ്രസ് ആണ് ഇവിടെ അധികാരത്തിൽ വന്നിരിക്കുന്നത്, മറുപക്ഷത്ത് BJPയും CPMും ഒന്നിച്ച് പ്രതിപക്ഷ ബെഞ്ചിലിരിക്കുകയാണ്. ഈ സമയത്ത് CPIMലെ ഒരു നേതാവിനെ ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരുപക്ഷെ രാജീവ് പറഞ്ഞതുപോലെ കൂടുതൽ വൾണറബിളാക്കുക, പ്രതിപക്ഷം നിരയിൽ തങ്ങളുടെ ഒരു മേധാവിത്വം അല്ലെങ്കിൽ BJPയിലേക്കുള്ള കുറച്ചുകൂടി ആളുകളെ കിട്ടുമോ എന്നതിനുള്ള ഗുണം ചെയ്യുമോ എന്ന് പരിശോധിക്കുക. ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യമല്ലാതെ അതിനപ്പുറത്ത് വലിയ ലക്ഷ്യങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയ സാഹചര്യം ഇതൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന റെയ്ഡിൻ്റെ തുടർച്ചയിൽ എന്തെങ്കിലും കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ളൊരു നടപടിയിലേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കടക്കുകയാണ് എന്ന് വിചാരിക്കുക. ഇപ്പോൾ മേ ബി ഒരു അറസ്റ്റിലേക്ക് ഒരു പക്ഷേ പോയേക്കാം. നമ്മൾ മുൻകാല ED കേസുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അറസ്റ്റിലേക്ക് പോകാനുള്ളൊരു സാധ്യത അവിടെയുണ്ട്. PMLA ആണ് കേസ്, ജാമ്യം കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു അറസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ തുടർന്ന് അങ്ങോട്ട് CPMനും കേരളത്തിലെ ഒരുപക്ഷേ LDFനും ആ കേസിൻ്റെ പുറകെ ആയിരിക്കും പോകേണ്ടി വരിക. അല്ലെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യാനും അതിൻ്റെ തുടർ ചലനങ്ങൾ നോക്കാനും ഒക്കെ ആയിരിക്കും CPMന് പോകേണ്ടി വരിക, അല്ലെങ്കിൽ LDFന് പോകേണ്ടി വരിക. CPMൻ്റെ നേതാക്കൾക്ക് ഡെഫിനറ്റ്ലി പോകേണ്ടി വരിക. ഇവിടെ കേരളത്തിൽ ഇന്ന് പ്രകടമായി കഴിഞ്ഞു, ഇന്നത് പ്രകടമായി കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൻ്റെ സംസാരിക്കുന്ന, കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു മൂവ്മെൻ്റായിട്ട് വേണമെങ്കിൽ മാറാൻ ശ്രമം നടത്താൻ ഒരു പക്ഷേ BJPക്ക് സാധിച്ചേക്കും. അങ്ങനെയൊക്കെ ചിലപ്പോൾ അത്തരം സൂക്ഷ്മമായ തലത്തിൽ പൊളിറ്റിക്കൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ. നമ്മൾ കേരളത്തിലെ അത് കണ്ടിട്ടില്ലാത്തുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിൽ അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരം ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് മറ്റ് പാർട്ടികളെ വീക്കൻ ചെയ്യുന്നത്, എങ്ങനെയാണ് അവിടെ നിന്ന് ആളുകളെ അടർത്തിയെടുക്കുന്നത്, എങ്ങനെയാണ് ഭരണം പിടിക്കുന്നത്, ഇതൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കേരളത്തിലും ഇതൊന്നും സംഭവിച്ചുകൂടാകുകയില്ല. പ്രത്യേകിച്ച് 3 പേർ കേരള നിയമസഭയിൽ BJP അംഗങ്ങളായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ
വളർച്ച എന്ന് പറയുന്നത് BJP കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് കേരളം ഇനി വളരാൻ പോകുന്നൊരു സ്റ്റേറ്റാണ് എന്ന് വേണമെങ്കിൽ അവർക്ക് കണക്കാക്കാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അത് മുതലെടുക്കാനുള്ള ഒരു ടൂളായിട്ട് ഒരു പക്ഷേ ഇതിൽ CPIMൻ്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്? അതായത് ഈ കേസ് 2 വർഷം മുമ്പ് മലയാള മനോരമയുടെ ലീഡ് സ്റ്റോറിയായി ജോമി തോമസിൻ്റെ ഒരു സ്റ്റോറി ആയിട്ടാണ് ഈ കേസായിട്ട് എമർജ് ചെയ്ത് വരുന്നത്. അന്ന് അതിന് തൊട്ട് പിറകെ CPIM വിശദീകരിച്ചത് തൈക്കണ്ടിയിൽ വീണയുടെ ഇൻഡിവിജ്വലായ അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു കേസിനെ പൊളിറ്റിസൈസ് ചെയ്യുന്നു എന്ന മട്ടിലാണ്. അവരുടെ പിതാവായ പിണറായി വിജയനിലേക്ക് അതിനെ ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേരിട്ടാണ് അതിനന്ന് വിശദീകരണം നൽകിയത്. ഇപ്പോഴും വീണയെ ആയിരിക്കണമല്ലോ ചോദ്യം ചെയ്യുന്നത്, വീണയ്ക്കെതിരെയാണല്ലോ കേസുള്ളത്. പക്ഷേ CPIM കേരളത്തിലുടനീളം തെരുവിലിറങ്ങി പിണറായി വിജയനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്ട്രാറ്റജി നല്ലതായിരിക്കുമോ? ഈ ഒരു ഘട്ടത്തിൽ ഒരു തിരിച്ചുവരവിന് CPIM ശ്രമിക്കുന്ന ഘട്ടത്തിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന, ഏറെക്കുറെ ഈ തോൽവിക്ക് കാരണക്കാരനാണ്, ഉത്തരവാദിയാണ് എന്ന് കണക്കാക്കപ്പെടുന്ന പിണറായി വിജയനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് CPIMന് ഗുണമാണോ ദോഷമാണോ ചെയ്യുക? അത് രണ്ട് ആസ്പെക്റ്റ് അതിലുണ്ടെന്ന്. ഒരു വശത്ത് നോക്കിയാൽ അത് ദോഷമാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക്, ഒരു പാർട്ടി സംഘടന എന്നുള്ള നിലയ്ക്ക് ഒരു പക്ഷേ അവർക്കത് പാർട്ടി എന്നുള്ള നിലയിൽ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു കാരണമായി അത് മാറാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയനെതിരെ ഈ നാളുകളിൽ വരെ, അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം ഇതിൻ്റെ പരിശോധന തുടങ്ങിയതിന് ശേഷം ഇന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ വിമർശനങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പാർട്ടി സംഘടനാ സംവിധാനം മുഴുവൻ പിണറായി വിജയന് വേണ്ടി സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാനുള്ള സംഘടനയുടെ ഘടനക്കകത്തുനിന്ന്. ഇപ്പം ഞാൻ ഇന്ന് 4 പേരുടെ മാധ്യമങ്ങളോടുള്ള ഇടപെടൽ കണ്ടു. ഗോവിന്ദൻ മാഷ്, NN കൃഷ്ണദാസ്, MB രാജേഷ്, ജോൺ ബിട്ടാസ്. എനിക്ക് 4 പേരുടേതും വളരെ ഫീബിളായിട്ടാണ് ഫീൽ ചെയ്തത്. വളരെ വീക്കായിട്ട്, ഒരു ക്ഷീണിതരായ ആളുകൾ സംസാരിക്കണം. ഒരു തരത്തിലും അതിലൊരു അഗ്രസീവ് സ്വഭാവമില്ല. ഒരു തരത്തിലും കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ നെറേറ്റീവ് ഒട്ടും കൺവിൻസ്ഡ് അല്ല. അതായത് VD സതീശൻ ഇവിടുന്ന് ഡൽഹിയിൽ പോയി ഉടനെ പ്രധാനമന്ത്രി ഇടപെട്ട് അന്വേഷണം മീൻസ് ഈ പ്രോസസ്സ് സ്പീഡപ്പ് ചെയ്തു എന്ന മട്ടിലാണ് അവർ നറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്. ഒരു തരത്തിലും കൺവിൻസിങ് അല്ല. അത്രക്ക് വീക്കായിരിക്കും. നറേഷനാണ് സത്യം പറഞ്ഞാൽ ഇവരുടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തെ ദുർബലപ്പെടുത്തുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ലാതെ ഇത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയും കേന്ദ്ര സർക്കാരിനും എതിരായിട്ടുള്ള ഒരു മൂവ് മാത്രമായിട്ട് അവർ നിജപ്പെടുത്തി നിർത്തുകയാണെങ്കിൽ ഒരു പക്ഷേ അവർക്കത് കൺവിൻസിങ് ആയ. എന്ന് മാത്രമല്ല, 4 പേരും പറഞ്ഞൊരു കാര്യം, 50 വർഷം മുമ്പ് അടിയന്തരാവസ്ഥ കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഒരു കോൺഗ്രസ് സർക്കാർ പിണറായി വിജയനെ പിടിച്ച് ജയിലിൽ കൊണ്ടുപോയിട്ട് മർദ്ദിച്ചത്, പിന്നീട് അദ്ദേഹം ഫീനിക്സ് പക്ഷിയെ പോലെ വന്നല്ലോ എന്ന് 3 പേരും അത് പറഞ്ഞു. ഗോവിന്ദമാഷ് പറഞ്ഞത് ഞാൻ കേട്ടില്ല. ഈ ഒരു കഥ ഉണ്ടാക്കി വരികയാണ്. അതായത് പിണറായി വിജയൻ ഫീനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വരും എന്ന ഒരു കഥ ഈ കേസിനെ മുൻനിർത്തി ഈ ഘട്ടത്തിൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഗുണമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കും അത് ഗുണമുണ്ടാകും. രാഷ്ട്രീയമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ പൊളിറ്റിക്കൽ ആവശ്യത്തിന് വേണ്ടി വെപ്പണൈസ് ചെയ്തു. അതിനെ ചെറുക്കാൻ ഞങ്ങൾക്കും നിങ്ങൾക്കും ബാധ്യതയുണ്ട് എന്ന് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാരിനെയും ഈ 2 സംഗതികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനാണ് CPIMന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടത്താവുന്നത്. അതിന് സകല യോഗ്യതയും അവർക്കുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർക്ക് മാത്രമല്ല, കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന കേന്ദ്രത്തിന് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാ പാർട്ടികൾക്കും അതിനുള്ള സകല യോഗ്യതയുമുണ്ട്. അതിനു പകരം വളരെ ഫ്ലിംസി ആയിട്ടുള്ള ഇന്നലെ മുഖ്യമന്ത്രി പോയതുകൊണ്ടാണ് ഈ റെയ്ഡ് ഇത്രയും വേഗത്തിലാക്കിയത് എന്ന് പറഞ്ഞുള്ള ആർഗ്യുമെൻറ്റ്സ് ഉന്നയിച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ളൊരു പൊളിറ്റിക്കൽ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക എന്ന് പറയുന്നൊരു പണി CPIM എടുക്കാതിരിക്കുന്നതാണ്, അല്ലെങ്കിൽ LDF എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിൽ മാത്രമേ അവർക്ക് രാഷ്ട്രീയമായി ഇത് ജനങ്ങളുമായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. അതർവൈസ് ഇത് ആളുകൾ ചിരിച്ചു തള്ളുകയുള്ളൂ. ഇന്നലെ മുഖ്യമന്ത്രി പോയതുകൊണ്ടാണ് ഈ റെയ്ഡ് നടത്തിയത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ചിരിച്ചു തള്ളുകയുള്ളൂ. അതിന് പകരം യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയം, ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയം പറയുമ്പോൾ തന്നെ എന്താണ് ഈ ഇടപാട് എന്നുള്ളത് കൃത്യമായി ജനങ്ങളോട് പറയാനും അവർക്ക് സാധിക്കണം. പക്ഷേ ഈ ഇടപാട് എന്താണെന്ന് പറയുമ്പോൾ പണം കൈമാറിയിട്ടുണ്ട് എന്നത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. അവർ തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ആ പണത്തിന് എഗൻസ്റ്റ് ആയിട്ട് സർവീസ് ഒന്നും നൽകിയിട്ടില്ല എന്നതും ഏറെക്കുറെ തെളിയിക്കപ്പെട്ട കാര്യമാണ്. തുക ചെറുതാണെങ്കിലും ഒരു കേസ് നിലവിലുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. 2017 മുതൽ 19 വരെയാണ് ഈ ട്രാൻസാക്ഷൻ നടന്നു എന്ന് പറയുന്നത്. 17 മുതൽ 20 വരെ.
വിജയൻ വീണയുടെ പിതാവ് മുഖ്യമന്ത്രിയായിരുന്നു അന്ന്. അപ്പോൾ ആ കേസ് തെളിയിക്കപ്പെടുകയാണെങ്കിൽ, ഒരുപക്ഷെ അതിനോട് എക്സ്റ്റെൻഡായി മറ്റെന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ, ഇതിന് പുറമെ മറ്റു വല്ല ഡീലും തെളിയിക്കപ്പെടുകയാണെങ്കിൽ ഈ മുഴുവൻ വാദഗതിയും പൊളിയില്ലേ ആ ഘട്ടത്തിൽ? അല്ല, ആ ഘട്ടത്തിൽ ഈ മുഴുവൻ വാദഗതിയും പൊഴിയും. പക്ഷേ ഞാനതാണ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ 3 ഏജൻസികൾ ഓൾറെഡി ഇത് അന്വേഷിച്ച് കഴിഞ്ഞു. മിനിമം 2 ഏജൻസികളെങ്കിലും, ഇൻകം ടാക്സും SFIOയും. അതായത് എല്ലാ ലീഗലി നടന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഓൾറെഡി കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ PMLAയുമായിട്ട് ED വരുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും EDക്ക് പുതുതായി കണ്ടെത്താൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാത്രമല്ല, ഇത്തരം ഡീൽസ് ഒന്നും, അതായത് ഇനി നമ്മളീ പറയുന്നതിനപ്പുറം എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എങ്കിൽ അതൊന്നും എന്താ പറയുക, നിയമപരമായ വഴികളിലൂടെ നടന്ന ട്രാൻസാക്ഷൻസ് ആയിരിക്കില്ല. അതിനുള്ള തെളിവൊന്നും അവശേഷിപ്പിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പം കർത്തയുടെ ഓഫീസിൽ റെയ്ഡ് ചെയ്ത് പല നേതാക്കളുടെയും പേരിൽ എഴുതപ്പെട്ട പണത്തിൻ്റെ കണക്കിനെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നല്ലോ. ആ പണത്തിനൊക്കെ അവർക്ക് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു. ഞങ്ങൾ പാർട്ടിയുടെ ആവശ്യത്തിന് വാങ്ങിയ പൈസയാണ് എന്ന് പറയാമായിരുന്നു. അത് പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അത്രമാത്രം ചെറിയ തുകകളേ ഉണ്ടായിരുന്നുള്ളൂ അതിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതുപോലൊരു തുക മാത്രമേ അവിടെ അവശേഷിക്കൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനപ്പുറം ലീഗലി, അതായത് ബാങ്ക് ട്രാൻസാക്ഷൻ, ബാങ്ക് ത്രൂ ഉള്ള ട്രാൻസാക്ഷൻസിൻ്റെ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് ഇതിനകം തന്നെ പുറത്തേക്ക് വന്നേനെ. കാരണം അത്രയും ഗൗരവമുള്ള അന്വേഷണം ഓൾറെഡി ഈ കേസിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പുറത്തേക്ക് വന്ന വിവരത്തിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും പുതുതായിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തൽക്കാലത്തേക്കൊരു വലിയ ക്രൈസിസ് ദുർബലപ്പെട്ട് നിൽക്കുന്ന CPMനും LDFനും ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. അതുവഴി എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ മൈലേജ് ഇപ്പുറത്തുണ്ടാക്കാൻ പറ്റുമോ എന്ന അന്വേഷണം നടത്താം എന്നുള്ളതിനപ്പുറം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയനെ വീണ്ടും വെച്ചതിനെ ചൊല്ലി ഈവൻ പാർട്ടിക്കകത്ത് പോലും വിമർശനമുണ്ട്. അദ്ദേഹത്തിന് ഇനിയൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് ക്യാരി ഔട്ട് ചെയ്യാൻ കഴിയില്ല എന്ന വിമർശനമുണ്ട്. പിണറായി വിജയനെ വ്യക്തിപരമായി ഈ ഘട്ടത്തിൽ ഇത് പാർട്ടിയെ പിന്നിൽ നിർത്താൻ, പാർട്ടിയെ പഴയ പോലെ തൻ്റെ പിന്നിൽ നിർത്താൻ ഇത് സഹായിക്കുമോ? അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ണൂരാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുന്നിൽ വലിയ പ്രതിഷേധവുമായിട്ട് പാർട്ടിക്കാരെത്തുന്ന കാഴ്ച നമ്മൾ ഞൊടിയിടയിൽ ഇൻ ദ ലോങ് റൺ അത് അങ്ങനെ ഒരു ഗുണം ചെയ്യുമോ? അതിന് അദ്ദേഹത്തിന് വ്യക്തിപരമായ ഒരു പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങളുടെ ഒരു തോത്, അത് നമ്മൾ പുറത്തേക്ക് വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പറയുന്നത്. നമുക്കറിയില്ല യഥാർത്ഥത്തിൽ ഈ കമ്മിറ്റികളിലൊക്കെ ഈ വലിയ തോതിലുള്ള വിമർശനമാണോ നടന്നുകൊണ്ടിരിക്കുന്നത്, അതോ പാർട്ടി തന്നെ സ്വയം തീരുമാനിച്ച് നടത്തുന്ന വിമർശനങ്ങളാണോ എന്ന് നമുക്കറിയില്ല. നമ്മൾ പുറത്തേക്ക് വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണിത് പറയുന്നത്. ആ വിമർശനങ്ങളുടെ ഒരു ഒഴുക്കിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പിണറായിയുടെ പിന്നിൽ പാർട്ടി മൊത്തമായിട്ട് അണിനിരക്കുന്ന ഒരു കാഴ്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ ഒരു പക്ഷേ ഇത് കാരണമായേക്കാം. ആ നിലയ്ക്ക് ഇത് പിണറായി വിജയനെ സംബന്ധിച്ച് ഗുണകരമാകും. എക്സെപ്റ്റ് ED വളരെ ക്രൂഷ്യലായിട്ടുള്ള ചില നടപടികളിലേക്ക് ഇനിയും നീങ്ങുകയാണെങ്കിൽ തെളിവുകളൊന്നും പുതുതായിട്ടുണ്ടാകാനിടയില്ല എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം ഇത് 2017 മുതൽ 2020 വരെ നടന്നൊരു സംഗതിയാണ്. അതിൽ ബാങ്ക് ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് അല്ലാതെ മറ്റൊന്നും ശേഷിക്കാനുള്ളൊരു സാധ്യത ഈ ഇത്രയും കാലത്തിന് ശേഷം ഉണ്ടാവില്ല എന്ന് തന്നെ നമ്മൾ വിചാരിക്കണം. ഇനി എന്ത് കിട്ടിയാലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൊണ്ടുപോയി ഹാജരാക്കി അത് തെളിയിക്കപ്പെടുമ്പോഴത്തേക്കും കാലം കുറെ പിടിക്കും. അതിനിടയിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വളരെ ക്രൂഷ്യലായിട്ടുള്ള ചില അറസ്റ്റിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ അത് വ്യക്തിപരമായി പിണറായി വിജയനെ ബുദ്ധിമുട്ടിച്ചേക്കാം എന്നുള്ളതൊഴിച്ചാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ റെയ്ഡ് പിണറായി വിജയന് പാർട്ടിക്കകത്ത് ഒരു പക്ഷേ ഗുണകരമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിന് പിന്നിൽ മുൻപില്ലാത്ത വിധത്തിൽ ആളുകൾ, അതായത് ഈ ചെറിയ കാലയളവിൽ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഇലക്ഷന് ശേഷം നഷ്ടപ്പെട്ട ആ ഒരു പ്രോമിനൻസ് തിരിച്ചു കിട്ടും. അതെ, അതിനുള്ളൊരു സാധ്യത അവിടെ ശേഷിക്കുന്നുണ്ട്. അതിനുള്ള സാധ്യതയാണ് സത്യം പറഞ്ഞാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഈ റെയ്ഡോടുകൂടി CPMനുള്ളിൽ ആഭ്യന്തരമായി സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഈ റെയ്ഡിനെ എങ്ങനെയായിരിക്കും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ നിയന്ത്രിക്കുന്ന അമിത്ഷായും നരേന്ദ്രമോദിയും അടങ്ങുന്ന ഭരണകൂടവും ഉപയോഗിക്കാൻ പോകുന്നതെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. കാരണം ഹേമന്ത് സോറനും അരവിന്ദ് കെജ്രിവാളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന റെയ്ഡിൻ്റെ തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. കേരള രാഷ്ട്രീയത്തിൽ എന്തൊക്കെയായിരിക്കും പുതുതായി സംഭവിക്കാൻ പോകുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നത് CM ഈ എക്സാലോജിക് ഇടപാടിൽ എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് പുറത്തേക്ക് വരാൻ പോകുന്നത്. മാത്യു കുഴൽനാടനൊക്കെ പറയുന്നത് പോലെ
ഇത് യഥാർത്ഥത്തിൽ അന്വേഷിച്ചാൽ കേരളം ഞെട്ടുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരും എന്ന് മാത്യു കുഴൽനാടൻ MLA പറയുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും വിവരങ്ങൾ പുറത്തേക്ക് വരുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. ഈ എപ്പിസോഡിലൂടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.